തിരികെ എത്തി. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എ സജീവൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ സജീവൻ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ശശി തരൂരിന്റെ പ്രവർത്തികൾ, അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, പരാമർശങ്ങൾ ഒക്കെ. അത് സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോഴും ദേശീയ തലത്തിൽ ആണ് എങ്കിലും. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചും ശശി തരൂർ എന്ന വ്യക്തിയെ, അദ്ദേഹം ഒരു സജീവ കോൺഗ്രസ്സുകാരൻ എന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒരാളെ വളരെ പ്രധാനപ്പെട്ട പദവികൾ അദ്ദേഹം വഹിക്കുന്നുമുണ്ട്. അങ്ങനെ സജീവ കോൺഗ്രസ് പ്രവർത്തകനല്ല എന്ന് പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള പദവികൾ അദ്ദേഹം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും തരൂരിനെ തിരുത്തുക എന്നത് ഈ ഘട്ടത്തിൽ പ്രായോഗികമാണോ? തരൂരിനെ കൂടി ഒപ്പം നിർത്തിപ്പോവുക എന്നതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിന് കൃത്യമായി നിർദ്ദേശം നൽകുക, താക്കീത് നൽകുക, മുന്നറിയിപ്പ് നൽകുക, അതൊക്കെ പ്രായോഗികമാണോ താങ്കളുടെ നിരീക്ഷണത്തിൽ? സാധാരണ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്, ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടായതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായതെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാടിന് വളരെ ശക്തമായിട്ടുള്ളതായി. അത് നമ്മൾ കപിൽ സിബലിന്റെ കാര്യത്തിൽ ഉൾപ്പെടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത് ഇത്രയൊന്നും ശശി തരൂർ ഇപ്പോൾ പറയുന്നതിന്റെ രീതിയിലൊന്നും പോവാതെ പോലും ശശി തരൂരിന്റെ കപിൽ സിബലിനോടൊക്കെ വളരെ രൂക്ഷമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തത്. പക്ഷേ ശശി തരൂരിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് വരുതിയിലാക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പുറത്താക്കാനോ പറ്റുന്നതല്ല. കാരണം ശശി തരൂരിന്റെ നിലപാട് എന്ന് പറയുന്ന, അദ്ദേഹം പറയുന്ന പോലെ വളരെ കൃത്യമാണ്. ശത്രു പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിലും ശത്രു പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവർ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ മാത്രമാണ്, ശശി തരൂരിന്റെ വാക്കുകളാണ് ഞാൻ പറയാം, അപ്പോൾ മാത്രമാണ് താൻ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിന് രൂക്ഷത ഉണ്ടാവുക, അത് ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശശി തരൂർ പറഞ്ഞത്. അത് ശരിയുമാണ്. കാരണം നമുക്ക് മറ്റു പല നേതാക്കന്മാരുടെയും കാര്യത്തിലറിയാം. ഇപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് കെട്ടി വെച്ചുകൊണ്ട് എന്തിനും ആ രീതിയിൽ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പ്രതികരിക്കൂ എന്നുള്ള തോന്നലുണ്ടാകും. ആ പ്രതികരണത്തിന് ശക്തി ഉണ്ടാവാത്തൊരവസ്ഥ വരും. ശശി തരൂർ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ എത്രയോ തവണയായിട്ട് അതിഗംഭീരമായ രൂപത്തിൽ മോദി സർക്കാരിനെതിരെ പ്രകടനം നടത്തിയുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള കാര്യം നമ്മൾ കണ്ടാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് കേട്ടിരിക്കാൻ, നമ്മൾക്ക് വളരെ കേട്ടിരിക്കാൻ താല്പര്യം തോന്നുന്ന രൂപത്തിൽ അത്രയും ശ്രദ്ധേയമായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുക. അതേ സമയത്ത് തന്നെ അത് വെറും കാണുന്ന സമയത്ത് മുഴുവൻ മോദിക്കെതിരെയോ അല്ലെങ്കിൽ പിണറായിക്കെതിരെയോ പറയുക എന്നതിനപ്പുറത്ത് ശരിയായ കാര്യങ്ങൾ, അവർ നല്ല കാര്യം ചെയ്താൽ അത് നന്നായിട്ട് വിലയിരുത്തുക എന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ പൊളിറ്റിക്കൽ അപ്രോച്ച് ഉണ്ട്. ആ ഗാന്ധിയൻ രാഷ്ട്രീയ സമീപനമാണ് ഇപ്പോ ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്ത മറ്റു പല ആളുകൾ, JP പോലുള്ള ആളുകളൊക്കെ അതേ രീതി, രാജാജിയെ പോലുള്ള ആളുകളൊക്കെ അതേ രീതിയിൽ നടത്തിയിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ആ ഒറ്റ കാര്യത്തിന്റെ പേര് ഇപ്പൊ നമുക്കാർക്ക് അറിയാമല്ലോ, ഇവിടെ MM ഹസനും V.D. സതീശനും K. മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രൂക്ഷമായ രൂപത്തിലാണ് ശശി തരൂരിന്റെ ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നത്. പക്ഷേ അവിടെ ഞാനൊന്ന് ഇടപെടുന്നത് ശ്രീ എ സജീവൻ, താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷം എന്ന നിലയിൽ നിന്നുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുക, ഭരണകക്ഷി വിമർശിക്കുക എന്നതിനപ്പുറത്ത് ഇപ്പോൾ ഈ ലേഖനത്തിൽ പറഞ്ഞത് കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റം നയത്തെ സംബന്ധിച്ചാണ്. അതിന് പ്രതിപക്ഷ നേതാവ് പറയുന്ന മറുപടിയുണ്ട്. തെറ്റായ കണക്കുകൾ ആണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. KPCC അധ്യക്ഷൻ പറഞ്ഞത് കോഴിക്കടയും മുറുക്കാൻ കടയും തട്ടുകടയും ഒക്കെ വൻ പദ്ധതികളുടെ ഭാഗമാക്കിയിട്ടുള്ള കണക്കാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത് എന്നതാണ്. മറ്റൊരു കണക്ക് V.D. സതീശനടക്കം പുറത്തുവിടുകയും അതിനനുസരിച്ച് ആ ലേഖനം തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അതിൽ ശശി തരൂർ ആ സമയത്ത് തന്നെ മറുപടിയും പറയുന്നത്. ഈ ലേഖനം വന്നും അതിനെതിരെ കോൺഗ്രസ് നേതാക്കന്മാരിൽ രൂക്ഷമായിട്ട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആധികാരിക രേഖ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ രേഖയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും പഠിക്കേണ്ടതും അതിനെക്കുറിച്ച് ചർച്ച നടത്തേണ്ടതുമാണ്. സ്വാഭാവികമായിട്ടും നല്ല കാര്യമാണല്ലോ. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള രേഖയിൽ പറയുന്ന കാര്യങ്ങളല്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ശശി തരൂരിന്റെ മുമ്പിലുള്ള ആധികാരിക രേഖ വെച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പെട്ടിക്കടയുടെ കാര്യത്തിലും മറ്റെങ്കിൽ കോഴിക്കടയുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ്. അവരിപ്പോൾ എപ്പോഴും പറയുന്നതിന് ആധികാരികതയൊന്നുമില്ല. അവിടെയും ശശി തരൂർ പറഞ്ഞാണ് ശരി. അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്ന സ്വന്തമായ നിഗമനം വെച്ചുകൊണ്ടല്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു ആധികാരികതയുണ്ട്. ആ ആധികാരികത, ആ രേഖയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. അദ്ദേഹം അത് ശശി തരൂർ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. പലപ്പോഴും ഒരു നേതാവ് ഒരു കാര്യം പറയുമ്പോഴേക്ക് ചാടിപ്പിടിച്ച് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ട് രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിന്
ദോഷം ചെയ്യും. അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ശശി തരൂരുമായിട്ട് ചർച്ച നടത്താൻ രാഹുൽ ഗാന്ധി പോലും തയ്യാറായിട്ടുള്ളത്. യെസ്, അവിടെ പക്ഷേ ഇതിപ്പോൾ ദേശീയ തലത്തിൽ പരിശോധിച്ചാൽ മോദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അമേരിക്കൻ സന്ദർശനമടക്കം ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുകയല്ല ചെയ്തത്, അതിനെ അനുകൂലിക്കുമ്പോൾ പോലും നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ തിരിച്ചയച്ചതിന്റെ രീതിയെ അടക്കം കോൺഗ്രസ് വിമർശിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തീർച്ചയായിട്ടും ശശി തരൂരും പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അങ്ങനെ ചെയ്തതിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം ഈ പുതിയ ട്രംപ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയോടുള്ള സമീപനം, നമുക്കറിയാം ചൈനയോടുള്ള സമീപനം, അങ്ങനെയുള്ള മറ്റു പല രാജ്യങ്ങളോടും കാണിക്കുന്ന സമീപനത്തിന്റെ ആ രൂക്ഷമായിട്ടുള്ള നിലപാട്, ടാക്സിന്റെ കാര്യത്തിലൊക്കെ വളരെ രൂക്ഷമായ രൂപത്തിൽ നിലപാടെടുത്ത് അത് കേന്ദ്രത്തിൽ ഇന്ത്യയോടുകൂടി ഉണ്ടായേക്കാമെന്ന് ഭയന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതല്ലാത്തൊരു സമീപനം അവിടെ നിന്നുണ്ടാവുന്നു. ഈ കൂടിക്കാഴ്ചയിൽ അങ്ങനെ ഒരു നിലപാടുണ്ടാകില്ല എന്ന് വരുമ്പോൾ അതിനെയാണ് താൻ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞത്. അതേ സമയത്ത് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാലേ ശശി തരൂർ തന്നെ പറഞ്ഞ പോലെ ഞാൻ ഈ ലേഖനം പൂർണ്ണമായിട്ടും വായിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ലേഖനം വായിക്കാത്ത ആളുകളാണ് പലപ്പോഴും ഈ തരത്തിൽ പ്രതികരിക്കുന്നത്. ആ ഒരു പ്രശ്നമുണ്ട്. പിണറായി സർക്കാരിന് ഒരു കാര്യം പ്രകീർത്തിക്കുകയാണോ ഇല്ലെന്നുള്ള അല്ല, അദ്ദേഹം പറഞ്ഞത് മോദിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, ആ പ്രതികരണത്തിൽ അദ്ദേഹത്തിന് നൽകിയ വിശദീകരണത്തിൽ തന്നെ കൃത്യമായ കാര്യങ്ങളുണ്ട്. അവിടെ എല്ലാ സംഭവങ്ങളും മോദി സർക്കാർ ചെയ്ത എല്ലാ സംഗതികളെയും പ്രകീർത്തിക്കുകയല്ല, ഈ ഒരു വിഷയത്തെ മാത്രം എടുത്തുകൊണ്ട് അതിനെ നല്ലതെന്ന് പറയുക, ചീത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ രൂക്ഷമായിട്ട് വിമർശിക്കുക എന്ന് പറയുന്ന ഒരു നയമാണ് വേണ്ടതെന്നല്ല ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിയൻ സമീപനമുണ്ട്, രാഷ്ട്രീയ സമീപനമുണ്ട്. ആ സമീപനമാണ് വേണ്ടത് എന്നാണ് ശശി തരൂർ വിശ്വസിക്കുന്നത്. അതിനെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. കോൺഗ്രസുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് പക്ഷെ ചെയ്യുമ്പോൾ ജനം അതിനോട് അനുകൂലിക്കണമെന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, വളരെ നന്ദി ശ്രീ എ സജീവൻ പ്രതികരിച്ചതിന്. എന്തായാലും സൂചിപ്പിക്കുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ് നിരീക്ഷകരുടെ ഭാഗത്ത് നിന്ന് എത്തുന്നത്. ഒരു ഭാഗത്ത് ശശി